നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ മേലൂരിൽ മാരത്തൺ മത്സരത്തിന് പിന്നാലെ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി വിവാദത്തിലായിരിക്കുന്നു. മത്സരത്തിന് ശേഷം പെൺകുട്ടികൾ വിശ്രമിക്കുമ്പോൾ പി വിശ്വനാഥൻ കാല് തടവി കൊടുത്തിരുന്നു. രാഹുൽ ഗാന്ധി, വിജയ് എന്നിവരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് മാരത്തൺ നടത്തിയത്. സംഭവം വിവാദമായതിന് പിന്നാലെ വിശ്വനാഥിനെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് DMK ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി IG-ക്ക് പരാതിയും നൽകി. കൂടാതെ മന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടും BJP രംഗത്തെത്തി. അതേസമയം താൻ മനുഷ്യത്വത്തിന്റെ പേരിലാണ് കാല് തടവിയതെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വിശ്വനാഥൻ രംഗത്തെത്തി. DMK-യുടെ IT വിഭാഗം തനിക്കെതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ മാനുഷികമായ ഇടപെടലിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് DMK. മാരത്തണിനിടെ അമിത ചൂട് കാരണം ചില കുട്ടികൾ കുഴഞ്ഞു വീണപ്പോൾ അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനാണ് താൻ ശ്രമിച്ചതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. സമ്മാന വിതരണത്തിന് ശേഷം വിശ്വനാഥൻ കായിക താരങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത്. ചില കായിക താരങ്ങളുടെ നീട്ടിയ കാലുകളിൽ സ്പർശിക്കുന്നതും അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കാൽവിരലുകൾ ഒടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം മറ്റൊരു അതിഥി അവരുമായി കൈകുലുക്കുന്നതും കാണാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ DMK നേതാവും മുൻ മന്ത്രിയുമായ SS ശിവശങ്കർ നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സാധാരണയായി സ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന നല്ല സ്പർശം, ചീത്ത സ്പർശം എന്ന പാഠം മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും ബാധകമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അധികാരത്തിലിരിക്കുന്ന ഒരാൾ നിമിഷ നേരം കൊണ്ടോ അധികാരത്തിന്റെ ലഹരിയിലോ ഒതുങ്ങിപ്പോകുന്നതിനേക്കാൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തുളിർ സെന്റർ ഫോർ ദി പ്രിവെൻഷൻ ആൻഡ് ഹീലിംഗ് ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസിന്റെ സഹസ്ഥാപകയായ വിദ്യ റെഡ്ഡിയും പറഞ്ഞിരിക്കുന്നത് സംഭവത്തെ ഔദ്യോഗികമായി പൊതുജനമായും അപലപിക്കണം. കായിക മേഖലയിൽ നടക്കുന്ന ദുരുപയോഗങ്ങളെ കുറിച്ചുള്ള തുളിറിന്റെ അനുഭവത്തെക്കുറിച്ചും സംസാരിക്കുന്നതിനിടെ അത്ലറ്റുകളുടെ ഉത്തരവാദിത്തമുള്ള സ്പോർട്സ് ബോഡികൾ എന്ത് തരത്തിലുള്ള കുട്ടികളുടെ സംരക്ഷണ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും ശ്രീമതി വിദ്യ ചോദിച്ചു. ധാരാളം ആളുകൾ വേദിയിൽ ഉണ്ടായിരുന്നിട്ടും വീഡിയോ ക്യാമറകൾ സംഭവം റെക്കോർഡ് ചെയ്തിട്ടും ഒരു കാഴ്ചക്കാരനും ശബ്ദമുയർത്തിയില്ലെന്ന് അവൾ ചിന്തിച്ചു. ദുരുപയോഗത്തിനുള്ള ഒരു അടിയന്തര പരിശോധന എന്ന നിലയിൽ കാഴ്ചക്കാരന്റെ ഇടപെടൽ നിർണായകമാകുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്തരം സംഭവങ്ങൾ പലപ്പോഴും ഒരു കുട്ടിയുടെ അതിരുകൾ മങ്ങിക്കുകയും അവരെ കൂടുതൽ ദുരുപയോഗത്തിന് പൂർണ്ണമായും ഇരയാക്കുകയും ചെയ്യുന്നുവെന്നും അവർ വാദിച്ചു. സംഭവത്തിൽ തന്നെ ശക്തമായി വിമർശിച്ച DMK നേതാവ് അൻബിൽ മഹേഷ് നുണകൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നാൽ DMK അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുട്ടികൾക്കെതിരെയുള്ളത് ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു ദുരുദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹം ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതൊരു പൊതുവേദി കൂടിയാണ്. അവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ കുട്ടികളുടെ കാല് തടവുകയും അവരുടെ വിരലുകൾ പതുക്കെ ഒടിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള പരിപാടിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. അവിടെയാണ് ചൂട് കാരണം പങ്കെടുത്ത ചിലർ ബോധരഹിതരായി വീണത്. മാനുഷിക പരിഗണനയോടെ ഞാൻ ആ പെൺകുട്ടികളെ ഉയർത്തി ബോധം വീണ്ടെടുക്കാൻ അവരുടെ മേൽ വെള്ളം തെളിച്ചു, പ്രഥമ ശുശ്രൂഷ നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം DMK-യുടെ നിയമവിഭാഗത്തിലെ അഭിഭാഷക ശരണ്യ നടരാജൻ ശ്രീ വിശ്വനാഥിനെതിരെ DGP ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ.